സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരാൻ സാധ്യത. മധ്യകേരളത്തിലും മലയോര മേഖലകളിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധറും, ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനും, തൃശൂരിൽ നിന്ന് സുരജ് സജിയും, കൊച്ചിയിൽ നിന്ന് YS അഭിനന്ദും നമ്മോടൊപ്പം ചേരും. ആദ്യം റിനു ശ്രീധറിലേക്കാണ് തിരുവനന്തപുരത്ത് നിന്ന്. റിനു, സംസ്ഥാനം ഒട്ടാകെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കാലവർഷം ആ ഒരു കലി തുള്ളുന്ന സമയമാണ്. ഏതൊക്കെ തരത്തിലുള്ള മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത്? ആരൊക്കെ എന്തൊക്കെ നിർദ്ദേശങ്ങൾ പാലിക്കണം? ക്രിസ്റ്റീന, സ്മിത, സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത്. മലയോര മേഖലകളിലും അതുപോലെ തന്നെ മധ്യ കേരളത്തിലും അതിതീവ്ര മഴയ്ക്കും സാധ്യതയുണ്ട് എന്നുള്ളത് മുന്നറിയിപ്പായി തന്നെ നൽകുന്നുണ്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 3 ജില്ലകളിലാണ് റെഡ് അലർട്ട്. ഇന്നിപ്പോൾ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് 14 ജില്ലകളിലും മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ്. അതിതീവ്ര മഴയ്ക്ക്, അതായത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളാണ്. അതുപോലെ തന്നെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ്. യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളത്. മഴയ്ക്കൊപ്പം അതിശക്തമായിട്ടുള്ള കാറ്റ് വീശിയടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിലുള്ളവരും അതുപോലെ തീരദേശ മേഖലയിലുള്ളവരും അതീവ ജാഗ്രത പുലർത്തണം. രാത്രികാല യാത്രകൾ ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശങ്ങളും മുന്നറിയിപ്പായി ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നോട്ട് വെക്കുന്നുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീരപ്രദേശത്തുള്ളവർ അതീവ ജാഗ്രത പുലർത്തണം. മത്സ്യബന്ധനത്തിനായി പോകുന്നത് മാറ്റിവെക്കണം എന്നീ മുന്നറിയിപ്പുകളും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണം മുന്നറിയിപ്പായി തന്നെ നൽകുന്നുണ്ട്. എന്തായാലും ഭയപ്പെടേണ്ടുന്ന ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. എല്ലാം ജാഗ്രതാ നിർദ്ദേശം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും ഈ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. റിനു ശ്രീധരനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഇനി രാഹുൽ വിജയൻ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഗുഡ് മോർണിംഗ്. രാവിലെ മഴയാണോ അവിടെ? കാരണം ഇടുക്കിയിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. സ്മിത, റെഡ് അലർട്ട് ആണ്. പക്ഷേ ഇടുക്കി ജില്ലയിൽ മഴയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണ ഈ ഓറഞ്ച് അലർട്ട് ഒക്കെ പ്രഖ്യാപിക്കുന്ന സമയം മുതൽ തന്നെ ഇടുക്കിയിൽ നല്ല മഴ പെയ്യാറുള്ളതാണ്. പക്ഷേ ഇന്നലെ ഓറഞ്ച് അലർട്ട് ആയിരുന്നു, ഇന്ന് റെഡ് അലർട്ട് ആയിരുന്നു. ഈ 2 ദിവസങ്ങളിലും കാര്യമായ മഴ മലയോര മേഖലയിലേക്കില്ല. ഇന്നലെ തൊടുപുഴ ഭാഗത്ത് നേരിയ തോതിൽ മഴയുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് മഴയില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അങ്ങനെ തന്നെ തുടരട്ടെ എന്നുള്ളതും നാട്ടുകാരും കരുതുന്നുണ്ടാവും. നിലവിൽ എന്തായാലും ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില നിയന്ത്രണങ്ങൾ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖലകളിലാണ് ആ നിരോധനം ഏറ്റവും കൂടുതൽ ബാധിക്കുക. ജല വിനോദങ്ങളും സാഹസിക വിനോദങ്ങളും ഓഫ് റോഡ് ട്രക്കിങ്ങുകളും ഉൾപ്പെടെ നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മലയോര മേഖലയിലൂടെയുള്ള രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. ഗ്യാപ്പ് റോഡിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ മഴ പെയ്താലും ഇല്ലെങ്കിലും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതുവഴിയുള്ള യാത്രയ്ക്ക് കൃത്യമായിട്ടുള്ള ജാഗ്രത പാലിക്കണം. ഗ്യാപ്പ് റോഡിൽ അനാവശ്യമായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തോട്ടം മേഖലയിലെ ജോലികൾക്കും ശക്തമായ കാറ്റ്, മഴ ഉണ്ട് എങ്കിൽ ഈ തൊഴിലാളികൾക്ക് അവധി കൊടുക്കണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ വലിയ കാറ്റോ പ്രശ്നങ്ങളോ ഇടുക്കി ജില്ലയിൽ ഇല്ല. മഴ മാറി നിൽക്കുകയാണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ദിവസമില്ല. സാധാരണ ദിവസം പോലെ മാത്രമാണ് ഇന്ന് ഇടുക്കി ജില്ലയുടെ അവസ്ഥ. ഓക്കെ, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി തൃശ്ശൂരിൽ നിന്ന് സുരജ് സജിയും കൂടി ചേരുകയാണ്. സുരജ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടായല്ലോ തൃശ്ശൂരിൽ, നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഏതൊക്കെ തരത്തിലെ ജാഗ്രതാ നിർദ്ദേശമാണ്? റെഡ് അലേർട്ടിലാണല്ലോ ജില്ല. തീർച്ചയായും ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ അതിന്റെ ഭാഗമായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. പ്രധാനമായും ഈ വിനോദസഞ്ചാരികൾ എത്തുന്ന അതിരപ്പള്ളി വിനോദസഞ്ചാര കേന്ദ്രം ഇന്ന് അടച്ചിടും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് ഈ നടപടി. പക്ഷേ വിനോദസഞ്ചാരികളെ തടയില്ല എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അതായത് തൃശൂർ മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയാണ്. ആ പാതയിലൂടെ സഞ്ചരിക്കുന്നവരെ തടയില്ല എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ജില്ലയുടെ വിവിധയിടങ്ങളിൽ ചെറിയ തോതിൽ മഴ പെയ്യുന്നതായ വിവരങ്ങളുണ്ടെങ്കിൽ പോലും ശക്തമായ മഴ ഒരിടത്തും ഇല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ രാവിലെയോടുകൂടി മഴ തൃശ്ശൂരിൽ മാറി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ശക്തമായ മഴയായിരുന്നു അതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന. അതിരപ്പള്ളിയിലടക്കം വലിയ രീതിയിൽ ഈ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. എന്നാൽ പോലും
ഈ റെഡ് അലേർട്ട് മുൻനിർത്തിയുള്ള മുന്നൊരുക്കങ്ങൾ അത് ജില്ലയിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. യെസ്, സുരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. YS അഭിനന്ദ് കൂടി അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും. കാരണം കൊച്ചിയിൽ, എറണാകുളം ജില്ലയിലും റെഡ് അലേർട്ടാണ്. എറണാകുളം ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയുണ്ട്. രാവിലെയും അവിടെ മഴ പെയ്യുന്നുണ്ടെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.